നമസ്കാരം. ദല്ലാൽ നന്ദകുമാറിനെതിരെ ഇ.പി. ജയരാജൻ കേസ് കൊടുക്കാത്തതിൽ പൊതുസമൂഹത്തിന് സംശയമുണ്ടെന്ന് ആലപ്പുഴയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും നന്ദകുമാർ ഫ്രോഡും നിലപാടുകളില്ലാത്തവനുമാണെന്ന് പറഞ്ഞിട്ടും ഇ.പി. ജയരാജൻ എനിക്കെതിരെ കേസ് കൊടുക്കാൻ കാട്ടിയ ആവേശം നന്ദകുമാറിനെതിരെ കാട്ടാത്തതെന്താണെന്ന് വ്യക്തമാക്കണം. നന്ദകുമാറിന്റെ കൈവശം ഇ.പിക്കെതിരായ തെളിവുകളുണ്ടെന്ന് വ്യക്തമാണ്. ഇ.പി. ജയരാജനുമായി ചർച്ച ചെയ്തതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പിന്നാലെ പുറത്തുവരുമെന്നും അവർ പറഞ്ഞു. കേരളത്തിലെ സർവത്ര പാപികളുടെയും കൈപിടിച്ചും കൂട്ടുകൂടിയും സ്വന്തം കുടുംബ ആധിപത്യത്തിനായി പ്രസ്ഥാനത്തെ ഉപയോഗിച്ച പിണറായി വിജയന് പൗരബോധത്തെക്കുറിച്ച് പറയാൻ അർഹതയില്ല. വലുതും ചെറുതുമായ നേതാക്കളെയും പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തിയാണ് പിണറായി പാർട്ടിയിൽ ഇവരെയെല്ലാം നിലനിർത്തിയിരിക്കുന്നത്. പ്രാണഭയം കൊണ്ടാണ് പലരും CPM-ൽ തുടരുന്നത് തന്നെ. ഇ.പി. ജയരാജന്റെ കാര്യത്തിലും അത് തന്നെയാണ് തെളിയുന്നത്. പിണറായി വിജയന്റെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മനം നൊന്ത് പലരും CPM വിടാൻ തയ്യാറെടുക്കുകയാണ്. ഇന്നലെ വരെ ഒപ്പം നിന്നവർ പോലും BJP-യുടെ കൊടി പിടിക്കുമ്പോഴും ആരും കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് വരില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തമാശയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇനിയും നേതാക്കൾ BJP-യിലേക്ക് വരും. കെ സുധാകരൻ BJP-ക്കെതിരെ പറയുന്നത് വയോധികനായ ആളുടെ വാക്കുകളായി മാത്രമേ കാണുന്നുള്ളൂവെന്നും തന്റെ നിലപാടുകൾക്കും പാർട്ടി നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞു. NDA നേതാക്കളായ അഡ്വക്കേറ്റ് PS ജ്യോതിസ്, T. സഞ്ജീവ് ലാൽ, അഭിലാഷ് മാപ്പറമ്പിൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു.